മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മംഗൽപാടിയിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ പരിശീലന കേന്ദ്രം അധികാരികളുടെ അവഗണനയാൽ അനാഥമാകുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഇതിനകത്ത് സംരക്ഷണമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മേഖലയിലെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും സ്ത്രീകൾക്കും ഏറെ പ്രതീക്ഷ നൽകിയിരുന്ന ഈ തൊഴിൽ പരിശീലന കേന്ദ്രം ഇപ്പോൾ വെറും കെട്ടിടം മാത്രമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിക്കൂട്ടി ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഉപകരണങ്ങളും അധികൃതരുടെ കാലങ്ങളായുള്ള അവഗണനയിലും അനാസ്ഥയിലും തുരുമ്പെടുത്ത് നശിച്ചും മറ്റും തീർത്തും ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. 50-ലധികം തയ്യൽ മെഷീനുകളാണ് ഇവിടെയുള്ളത്. ഇവയിൽ പലതും ഇതിനോടകം തന്നെ പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. നിരവധി കമ്പ്യൂട്ടറുകളും പൊടിപിടിച്ചും മാറാല കയറിയും നശിക്കുന്നു. സാങ്കേതികവിദ്യയിൽ പിന്നാക്കം നിൽക്കുന്ന പ്രദേശത്തെ യുവാക്കൾക്ക് താങ്ങാകവേണ്ടുന്ന പരിശീലന കേന്ദ്രമാണ് അധികാരികളുടെ കൺമുന്നിൽ ആർക്കും ഉപകരിക്കാത്തക്ക വിധം ഇങ്ങനെ അനാഥാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നത്. സ്ത്രീകൾക്കായി ആരംഭിച്ച ഷീജിം പദ്ധതിയും സമാനമായ അവസ്ഥയിൽ തന്നെയാണ്. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച വ്യായാമ ഉപകരണങ്ങളിൽ ഒന്നുപോലും ഉപയോഗിക്കാനാകാത്ത വിധം നശിച്ചു തീരുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കാനും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിയാണ് പഞ്ചായത്തിൻ്റെ മൂക്കിന് താഴെ ഇത്തരത്തിൽ നാശത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഇതിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധയിൽപ്പെട്ടാണ്, നിങ്ങളുടെ മീഡിയക്കാരെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് റുപ്യേൻ്റെ തയ്യൽ മെഷീനുകളും കമ്പ്യൂട്ടറുകളും പഞ്ചായത്തിന് മറ്റ് സാധന സാമഗ്രികളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണം. കാരണം പൊതുജനങ്ങൾ ഉപയോഗിക്കേണ്ട, അവർക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഫണ്ടുകൾ അനാവശ്യമായിട്ട് ഇനി ബ്ലോക്ക് ഫണ്ടോ അതായത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടോ ഉപയോഗിച്ചിട്ട് ഇത് നശിപ്പിച്ച് കളയുന്നത് ഇല്ലായ്മ ചെയ്യണം. അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരു ലെവലിൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ നിങ്ങളും കൂടെ അത് നേരിട്ട് അറിഞ്ഞ് അതിനു വേണ്ട ഒരു പ്രത്യോപകാരം കാണണം എന്നാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒരു കാലത്ത് സജീവമായിരുന്ന പരിശീലന പരിപാടികളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് നിലച്ച് ആൾപ്പെരുമാറ്റങ്ങളൊന്നുമില്ലാതായതോടെയാണ് ഈ കേന്ദ്രം ഇങ്ങനെയൊരു ദുർഗതിയിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടത്. പാവപ്പെട്ടവർക്ക് ആശ്രയവും അത്താണിയുമാകേണ്ടുന്ന ഈ ഒരു പരിശീലന കേന്ദ്രവും ഇതിനകത്തെ ഉപകരണ സംവിധാനങ്ങളുമെല്ലാം പാഴായി പോകുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ നടത്തി ഇതിന് പുനരുജ്ജീവനം നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് അഭ്യുദയകാംക്ഷികളെല്ലാം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.